നമസ്കാരം. എൻ്റെ മുന്നിലിരിക്കുന്ന ജാതകക്കെട്ടുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, മനുഷ്യൻ്റെ പ്രകൃതം എത്ര വിചിത്രമാണെന്ന്. ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ ജീവനും ഓരോ നിയോഗത്തോടെയാണ് പിറന്നു വീഴുന്നത്. ചില മനുഷ്യരുണ്ട്, അവരുടെ സാന്നിധ്യം തന്നെ ഒരു കുടുംബത്തിന് വലിയൊരു തണലായിട്ട് മാറുന്നത്. ആരോടും പരിഭവമില്ലാതെ തങ്ങൾക്ക് കിട്ടുന്ന ദുഃഖങ്ങൾ ഈശ്വര ചൈതന്യമായി മാറ്റി, അല്ലെങ്കിൽ ഈശ്വര പാദങ്ങളിൽ സമർപ്പിച്ച് ഭഗവാൻ തരുന്നതായി കരുതി നാളെ ജീവിതത്തിൽ ഒരു പ്രകാശം ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ ജീവിക്കുന്ന സദ്ഗുണ സമ്പന്നരായ, നല്ല മനസ്സിനും പ്രവൃത്തിക്കും ഉടമകളായ ചില മനുഷ്യർ. പക്ഷേ കലിയുഗത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള നല്ല മനുഷ്യർക്ക് നമ്മുടെ ഈ ലോകത്ത് പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ എന്നിവയിലൂടെ കടന്നുപോയി തരണം ചെയ്ത് പോകേണ്ടതായി വരുന്ന അവസ്ഥ. ജ്യോതിഷശാസ്ത്ര പ്രകാരം ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് നമ്മൾ പറയും ഈശ്വരാധീനം കൂടുതലാണെന്ന്. എന്നാലോ ആ നക്ഷത്രക്കാർക്ക് തന്നെയായിരിക്കും ഏറ്റവും ദുഃഖങ്ങളും അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ ചിലർക്ക് വിശ്വാസമില്ലാതെ പോകുന്നത് അവിടെയാണ്. ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ദുഃഖങ്ങൾ കൂടുതലും എനിക്കാണ്. നിങ്ങൾ പറയുന്നു ഈശ്വരാധീനം ഉള്ള നക്ഷത്രം ഇതാണ്, എന്നിട്ടും ദുഃഖങ്ങൾ കൂടുതൽ ഞങ്ങൾക്കാണ്. പ്രാർത്ഥനകൾക്ക്, നേർച്ചകൾക്ക്, വഴിപാടുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന്. പക്ഷേ അങ്ങനെ വിചാരിക്കാനും പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയുകയുള്ളൂ. നമ്മുടെ മനസ്സിനെ ഇങ്ങനെയുള്ള പ്രയാസസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പിടിച്ചു നിർത്താനൊന്ന് നമ്മൾ ശീലിപ്പിക്കണം. അത് മന്ത്രജപത്തിലൂടെ സാധ്യമാവുകയുള്ളൂ. ആ മന്ത്രജപത്തിനെ ആശ്രയിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ഇത്രത്തോളം പ്രയാസങ്ങൾ തന്ന ദൈവത്തിന് ഒറ്റ നിമിഷം മതി നല്ലത് നമ്മളിലേക്ക് എത്തിക്കുവാൻ. എന്നാലോ ആ നല്ലത് കഴിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ ഒരു സമയമുണ്ട്. അതായത് രാവിലത്തെ പ്രഭാത ഭക്ഷണം പ്രഭാതത്തിലാണ് കഴിക്കേണ്ടത്. ഉച്ചയ്ക്ക് കഴിച്ചാൽ പ്രഭാത ഭക്ഷണമാകുമോ? ഇല്ല. ഉച്ചയൂണ് 1 മണി എന്നൊരു സമയം, അല്ലെങ്കിൽ 1 മണി 2 മണി, ആ ഒരു സമയത്താണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ 30 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് തുടങ്ങിയ വയസ്സുകളിലാണ് നിന്റെ ജീവിതം ശോഭനമായി മാറുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വയസ്സിനെ വരെ തരണം ചെയ്ത് ആ വയസ്സ് വരെ എത്തിച്ചേരേണ്ട ഒരു കടമ്പ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരുന്നതായ നെടുവീർപ്പ്, കണ്ണീര്, ഇത് കേവലം ഒരു സങ്കടമായിട്ട് മാത്രം മാറ്റാതെ ഭഗവാൻ തരുന്നതാണ്. തന്ന ഭഗവാൻ നമുക്ക് കഴിക്കാനുള്ള അന്നവും തരും, ഒപ്പിച്ച് തരും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കുടുംബ ഐശ്വര്യം വന്നു ചേരാനൊരു സമയമുണ്ട്. കയ്യിൽ 4 ധനം വന്നു ചേരാനും ഒരു സമയമുണ്ട്. ഇവിടെ ചില നക്ഷത്രക്കാർക്ക് ഗ്രഹദോഷങ്ങളൊക്കെ മാറി ഈശ്വരാനുഗ്രഹം സിദ്ധിക്കാനുള്ള സമയത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ആ നക്ഷത്രക്കാരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തെ നക്ഷത്രം തന്നെ പുണർതമാണ്. വനവാസം വരെ അനുഭവിക്കേണ്ടതായ അവസ്ഥ. വനത്തിൽ കുടിലുകെട്ടി പാർത്തു എന്നതല്ല, ഒറ്റപ്പെട്ട് വരെ കഴിയേണ്ട അവസ്ഥ ഉണ്ടാകും. പക്ഷേ ക്ഷമയാണ് നിങ്ങളുടെ ആയുധം. ആ ക്ഷമയ്ക്കുള്ള ഫലം കൂടി ഭഗവാൻ തരും എന്ന് മനസ്സിലാക്കുക. ഇനി അവസരങ്ങളുടെ കാലമാണ്. ഭയന്ന് മാറിയിരിക്കുകയല്ല വേണ്ടത്. ക്ഷമയുണ്ട്. അപ്പോൾ കിട്ടുന്ന അവസരത്തെ പൂർണ്ണമായി കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക് അറിയാം. ഇതുവരെ ക്ഷമിച്ചിരുന്നില്ലേ? ഇനി ഭഗവാൻ നിങ്ങളുടെ ക്ഷമയ്ക്കും സഹന ശക്തിക്കുമുള്ള പരിഹാരം അല്ലെങ്കിൽ സമ്മാനം അല്ലെങ്കിൽ പാരിതോഷികം തരാൻ പോകുന്ന സമയമാണ്. നിങ്ങളിൽ നിന്ന് അകന്നുപോയ സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ ഒക്കെ തിരികെ വരാനും അത് നിങ്ങളിൽ ഭാഗ്യമായി മാറാനുമുള്ള സമയമാണ് പുണർദം
നക്ഷത്രത്തിന്. ഇനി പൂയം നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ എടുത്തുചാട്ടമുള്ള കൂട്ടരാണ്. പക്ഷെയോ മനസ്സ് ശുദ്ധവും. എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുണ്ട്. പക്ഷേ വിഷമസന്ധിയിൽ ആരും സഹായിച്ചതുമില്ല. അതിനാൽ തന്നെ ഇപ്പോൾ കറിവേപ്പില പോലെ പലരും നിങ്ങളെ എടുത്ത് പുറത്ത് കളഞ്ഞതിൻ്റെ പ്രയാസത്തിൽ ഇനി ആർക്കും ഒരു സഹായം ചെയ്യില്ല എന്ന് മനസ്സുകൊണ്ട്, പൂർണ്ണമായിട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഭാഗികമായിട്ടൊരു ശബ്ദം വരെ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരുടെയും വിഷമം കേൾക്കാൻ ഞാനുണ്ട്, പക്ഷെ എൻ്റെ വിഷമം കേൾക്കാൻ ആരുമില്ല എന്നതായ ഒരവസ്ഥ. എന്നാൽ ആ അവസ്ഥയ്ക്കാണ് മാറ്റം വരുന്നത്. പ്രയാസങ്ങൾ തന്ന ദൈവത്തിന് ആ പ്രയാസങ്ങളെ മാറ്റുന്ന സന്തോഷം തരാനും കഴിയില്ല എന്ന് ചിന്തിക്കുന്നത് എന്തിനാണ്? അങ്ങനെ ചിന്തിക്കരുത്. പ്രയാസങ്ങളില്ലാത്ത ഒരു മനുഷ്യരുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ആളുകളും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധേന. ആ പ്രയാസത്തെ മാറ്റപ്പെടേണ്ട സമയം വരുമ്പോൾ അത് മാറുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു നക്ഷത്രം ഫലങ്ങൾ അനുകൂലമായിട്ട് വന്നു ചേരുന്ന സമയമാണ്. രോഹിണി ചന്ദ്രന്റെ അതീവ പ്രിയപ്പെട്ട നക്ഷത്രമാണ്. മനസ്സ് എപ്പോഴും ചഞ്ചലപ്പെടുന്ന നക്ഷത്രമാണ്. പക്ഷെ ട്രാക്കിലേക്ക് കൊണ്ടുവരും. അല്പം പ്രയാസമാണെങ്കിൽ പോലും. സ്നേഹം ഒരുപാടുള്ളവരാണ്, ത്യാഗം ചെയ്യാൻ ഒരുപാട് മനസ്സുള്ളവരാണ്. പക്ഷെ ആ ത്യാഗം ചെയ്യുന്ന മനസ്സാണ് ഇവിടെ ചൂഷണപ്പെടുന്നത്. കണ്ണീര് കണ്ട് അലിയുന്ന ആളുകളെ കണ്ണീര് കാണിച്ച് വീഴ്ത്താൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ ആ കണ്ണീരിൽ വീഴുകയാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ മനുഷ്യരല്ലേ, വിഷമങ്ങൾ കാണുമ്പോൾ തളർന്നു പോകും. പക്ഷെ നിങ്ങൾക്ക് ആ തളർച്ച അല്പം കൂടുതലാണ് എന്ന് മാത്രം. അതിനെ പലരും മുതലെടുക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഇവിടെ നിങ്ങളുടെ സമയം വരുന്നുണ്ട്. ജീവിതത്തിൽ കണ്ണീര് മായ്ക്കപ്പെടേണ്ട സമയം, ഭഗവാന്റെ കൈകളാൽ ആ കണ്ണീര് മായ്ക്കപ്പെടേണ്ട സമയമാണ് ഇനി വന്നണയാൻ പോകുന്നത്. കാർത്തിക അടുത്ത നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് എന്താ പറയേണ്ടത്? തീയാണ്, പൊന്നാണ്. അതായത് പൊന്നുപോലെ പ്രശോഭിച്ച് നിൽക്കും. തൊടാൻ ചെല്ലുമ്പോഴത്തെ തീയായിട്ട് മാറും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമാണ്, കരുതലാണ്. വിഷമങ്ങൾ വന്നാലൊന്നും സഹിക്കാനുള്ള ശക്തിയില്ല. പക്ഷേ ദേഷ്യത്തിന്റെ മൂടുപടമുണ്ട്. ദേഷ്യമാണെങ്കിലും ആ ദേഷ്യം പെട്ടെന്ന് വിഷമത്തിലേക്ക് പോകാൻ അധിക സമയമൊന്നും വേണ്ട. അങ്ങനെയുമുണ്ട്. പക്ഷെ ഭഗവാൻ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. നിങ്ങളുടെ നക്ഷത്രം വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അനുകൂലമായി നിങ്ങൾക്ക് സമയം വന്നു ചേരുന്ന, അതായത് പോകാൻ ഉത്തമ സമയമാണ്, ജോലി മറ്റൊന്നുമില്ല എന്ന് തോന്നുന്ന സമയങ്ങളിലും അടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഫലം ചെയ്യും. ഇനി ഭഗവാന്റെ തുണ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഇനിയാണ് നിങ്ങളുടെ മേൽ വന്നു ചേരാൻ പോകുക എന്നുകൂടി മനസ്സിലാക്കും. ഇനി അശ്വതി നക്ഷത്രം. വേഗത്തിന്റെ നക്ഷത്രമാണ് അശ്വതി. സാധാരണ നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ പറയില്ല ഇത് നടന്നു പോകുന്നു. പക്ഷെ അശ്വതി നക്ഷത്രക്കാരുടെ നടത്തം തന്നെ ഓട്ടം പോലെയാണ്. അതായത് വേഗത്തിൽ നടക്കുക, വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുക, വേഗത്തിൽ ഭക്ഷിക്കുക, അല്ലെങ്കിൽ വേഗത്തിൽ പ്രവർത്തികൾ ചെയ്ത് പൂർത്തിയാക്കുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ ഊർജ്ജസ്വലതയുള്ളൊരു നക്ഷത്രമാണ്. അതേപോലെ വേഗത്തിൽ വിഷമിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും ചെയ്യുന്ന പ്രവൃത്തിയുടെ പൂർണ്ണ ഫലം അനുഭവത്തിൽ വരാത്തത്. അപ്പോൾ ഇനി അങ്ങനെയാണോ എപ്പോഴും? അല്ല, മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. ഉള്ളിലൊന്ന് വെച്ച് പുറമേ കാണിക്കാനും അറിയത്തില്ല. അതും നല്ല സ്വഭാവമാണ്. സ്വഭാവ ഗുണങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ വിഷമങ്ങളും ഉണ്ട്. വിഷമിക്കേണ്ട കാര്യമില്ല. നല്ല സമയം ഇനി വന്നു ചേരാൻ പോവുകയാണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ നക്ഷത്രങ്ങളുടെ പൊതുവായ സ്വഭാവമാണ്. എന്നാൽ പോലും ഓരോ മനുഷ്യന്റെയും കഴിഞ്ഞ ജന്മം, അതായത് ഇപ്പോഴുള്ള ജന്മത്തിന് മുൻപേ ഉള്ള ജന്മം, പൂർവ്വജന്മം എന്ന് പറയും. അപ്പോൾ പൂർവ്വജന്മത്തിലെ പുണ്യവും ജാതകത്തിലെ ലഗ്നാധിപന്റെ സ്ഥാനവും ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും അനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരും. അപ്പോൾ നിങ്ങളുടെ കൃത്യമായ വ്യക്തിപരമായ ജാതകം കൃത്യമായിട്ട് പരിശോധിച്ച് ദോഷഫലങ്ങൾ അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ മനസ്സിന് സമാധാനം, ഐശ്വര്യം, നേട്ടം ഇതൊക്കെ വരാൻ നമ്മൾ കൂടി പ്രയത്നിക്കണം. മന്ത്രങ്ങൾ ജപിക്കണം, പോസിറ്റീവായ പ്രഭാഷണങ്ങളൊക്കെ ശ്രവിക്കണം. അപ്പോൾ മനസ്സിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ മാറും. മനസ്സിന് ശാന്തി വരും, സമാധാനം വന്നു ചേരും. ഈ കാണുന്നതൊന്നും പ്രയാസങ്ങളല്ല എന്ന തോന്നൽ വരും. മനുഷ്യനായി ജനിച്ചു പോയില്ലേ, അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ മതിയാവും. പക്ഷേ ആ അനുഭവത്തിനെയും
അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനേ പറ്റൂ, പൂർണ്ണമായി മാറ്റാനൊന്നും പറ്റുകയില്ല. എങ്കിലും കാഠിന്യത്തെ, അതായത് നമ്മൾ പറയും കണ്ണിൽ തട്ടാനുള്ളത് പുരികത്തിൽ തട്ടി മാറ്റാൻ സാധിക്കും. അതിന് ഈശ്വര ഭജനം കൊണ്ടേ പറ്റുകയുള്ളൂ. അല്ലാതെ ഈശ്വരൻ വിഷമങ്ങൾ തന്നു, അതുകൊണ്ട് ഇനി ഈശ്വരനോട് ഞാൻ മിണ്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറിയിരിക്കാൻ പറ്റില്ല. വീട്ടിലുള്ള അച്ഛനോടോ അമ്മയോടോ പിണങ്ങിയിരിക്കുക, സുഹൃത്തുക്കളോട് പിണങ്ങാം, ബന്ധുക്കളോട് പിണങ്ങിയിരിക്കുക. പക്ഷെ ഭഗവാനോട് പിണങ്ങിയിരിക്കുന്നത് നമ്മൾ കാണിക്കുന്ന ശുദ്ധ വിഡ്ഢിത്തം എന്നേ പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, നല്ല സമയം വരുന്നു. അപ്പോൾ മുറുകെ പിടിച്ചോളൂ ഈശ്വരനെ. ആ മുറുകെ പിടിയിൽ നിന്നാണ് നിങ്ങളുടെ ആ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നത് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. നല്ല സമയമാണ്. നിങ്ങളുടെ കൂടുതൽ ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയാൻ നമ്പർ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ ഏവർക്കും ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. എൻ്റെ പ്രാർത്ഥനയിലും നിങ്ങളെ ഉൾപ്പെടുത്താം. നന്ദി.